Safety alert for security staff from Safety Officer. As per the schedule, today at midnight 12 a.m, the main pipeline pressure test will be started by Hydro Test team. All security staff must be alert and prepare for the pressure test. Make sure and restrict all unauthorized entry of any person and material to the testing area. Check and verify the work permit before allowing any personnel. Once the engineering team closes all flanges and valves, they will start the mock test. The mock test will start at 12 a.m, and the siren will alarm 3 times. The hydro test duration will be 2 hours. If the test exceeds more than 2 hours, the hydro test team will inform the safety department. This alert is for your information and action. Thank you. സൂക്ഷിച്ച്. ആൻസി, അവരിനി നമ്മളെ കണ്ടു കാണോ? അവരിനി വല്ലതും നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്തോ? ഡീ, എനിക്ക് പേടിയാവുന്നു. എന്നാലും ഹരിസാർ ജോൺ സാറിനോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവരെന്ത് കൂട്ടായിരുന്നു. ഭയങ്കര ക്രൂവൽറ്റി ആയിപ്പോയി. ഹരിക്ക് ബന്ധങ്ങളൊന്നുമില്ല സിബി. അയാൾ ആരെയും ചതിക്കും. അയാളുടെ ഉയർച്ച മാത്രമേ അയാളുടെ കണ്ണി കാണൂ. ഡാ, നീ പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്തേ. ഓ തന്നെ. ഡോക്യുമെന്റ് പാസ്വേഡ് 053452. ജോണച്ചനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതിൽ നമുക്ക് ജയിക്കണം സിബി. ജോണിന് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. അല്ലെങ്കിൽ ആ ഹരി ജയിക്കും. ഹരി ജയിച്ച ഈ പ്ലാന്റ് അയാൾ എന്നേക്കുമായി അടച്ചുപൂട്ടും. പിന്നെ എൻ്റെ ജോൺ ഒരിക്കലും പുറം ലോകം കാണില്ല. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഈ പ്ലാന്റ് ജോണിന്റെ സ്വപ്നമായിരുന്നു. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വഴിയെ പറഞ്ഞു തരാം. നീ വേഗം പണി തീർക്ക്. ആൻസി, എല്ലാം എടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇതിൻ്റെ അകത്ത് റേഞ്ച് ഇല്ല. പുറത്തിറങ്ങിയാലേ അയക്കാൻ പറ്റൂ. നമുക്ക് പുറത്തിറങ്ങിയാലോ? ഇപ്പൊ പുറത്തിറങ്ങുന്ന റിസ്കാ. അവരെന്തായാലും പുറത്ത് കാണും. ആണോ? എന്നാ പിന്നെ ഒരു പണി ചെയ്യാം. ഫയലെല്ലാം അറ്റാച്ച് ചെയ്ത് മെയിൽ അയച്ചിടാം. അപ്പൊ റേഞ്ച് വരുമ്പോൾ താനേ പൊക്കോളും. അങ്ങനെ ഒരു സ്കീമുണ്ട്. ആണോ? എന്നാ അടിക്ക്. info@24news.com, asianetnews@gmail.com, news@manoramanews.com.
ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോയാ ഹരി എന്നേക്കുമായി അകത്താവും. ആൻസി, ഇത് പിന്നെയും പ്രശ്നത്തിലേക്ക് പോവും. ഇങ്ങനെ നിന്നെ പോലുള്ള പിള്ളേർ പോലും ചിന്തിക്കുന്നുണ്ടാ ഈ നാട് ഒരു കാലത്തും നന്നാവാത്തത്. എടാ, നീ എത്ര രൂപയ്ക്കാ നിന്റെ ബൈക്കിൽ പെട്രോൾ അടിക്കുന്നത്? ഡെയിലി വായി തോന്നുന്ന പോലെ കൂടുന്നോണ്ട് ഉറപ്പിച്ച് പറയാൻ പാടാ. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിനും യോജിക്കാത്ത നമ്മുടെ കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് സർക്കാരും ഈ ഒരു കാര്യത്തിന് മാത്രം ഒന്നിച്ചു നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഇന്ത്യയെക്കാൾ ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളിൽ പോലും പെട്രോളിന് ഇത്രയും വിലയില്ല. എന്താ? ഇവിടെ പെട്രോൾ വില കുറയ്ക്കാൻ ബഹളം ഉണ്ടാക്കുന്ന പ്രതിപക്ഷം അവര് ഭരിക്കുന്ന നാട്ടിൽ പെട്രോളിന് വില കുറയ്ക്കില്ല. അതെന്താ? എടാ, ഏകദേശം 70% ഇന്ത്യയിൽ പെട്രോൾ അടിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾ കൊടുക്കുന്ന ടാക്സ്. ബാക്കി 30% ഉള്ളൂ പെട്രോളിന്റെ വില. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇനിയും കൂടും. ഇനി എന്നാ അവർ ഇതിന്റെയൊക്കെ വില കുറയ്ക്കുന്നതെന്നറിയോ? അടുത്ത ഇലക്ഷൻ വരുമ്പോ, അല്ലെങ്കിൽ അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോ. ആ സമയം അവർ ഒറ്റയടിക്ക് നമ്മൾ ഞെട്ടുന്ന ലെവലിൽ ഇതങ്ങ് കുറയ്ക്കും. അപ്പൊ ഈ പൊതുജനം എല്ലാം അങ്ങോട്ട് മറക്കും. പിന്നെ അവർക്ക് വോട്ട് ചെയ്യും. അവര് പിന്നെ നമ്മളെ പറ്റിക്കും. ഇനി ഇലക്ഷന് മുന്നേ എങ്ങാനും എന്തെങ്കിലും കാരണം കൊണ്ട് അവർ കുറച്ചാൽ അതിനും അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവും. ചോദ്യം ചെയ്താൽ പറയും രാജ്യത്തിന് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്താ? ഇന്ത്യക്ക് പെട്രോളിനും ലിക്കറിനും മാത്രമേ വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള രാമർ പിള്ളൈ, വെറും ഒരു മെക്കാനിക്കായ മുഹമ്മദ് റൈസ് മർക്കാനി, ഇവരെ പോലെ ഒരുപാട് മിടുക്കരായിട്ടുള്ള ആൾക്കാർ പെട്രോളിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഫ്യൂൽസ് കണ്ടുപിടിച്ച് അത് സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. മിടുക്കരായ 36% ഇന്ത്യൻ സയന്റിസ്റ്റ് നാസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പെട്രോളിനും ലിക്കറിനും അല്ലാതെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സോഴ്സ് ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല? അതിനെപ്പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? കാരണം അത് നടന്നാൽ വേൾഡിലെ 3rd മോസ്റ്റ് ക്രൂഡ് ഓയിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യം എന്ന പേരിൽ നമുക്ക് കിട്ടുന്ന ബിസിനസ് നമുക്ക് നഷ്ടം. നമ്മളെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവരെ ഭരിക്കുന്ന കോർപ്പറേറ്റുകളുമാണ്. ഓ, പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ജീവിക്കുന്ന എന്റെ ഇഷ്ടത്തിന്. ആര് പറഞ്ഞു? നീ എന്ത് കാണണം, നീ എന്ത് കഴിക്കണം, നീ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്തിന്, നിനക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഇന്നിവിടം ഭരിക്കുന്ന കോർപ്പറേറ്റുകളാണ്. നിനക്കറിയോ സിബി, ഇന്ത്യയിലുള്ള 65% ആളുകളും ഒരു ദിവസം 150 രൂപയിൽ കുറവ് വരുമാനമുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ പാകത്തിനായി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ജോണിനെ പോലുള്ള എത്രയോ മിടുക്കന്മാർ ഇവിടെ പ്രസന്റ് ചെയ്തു. അവരുടെയൊക്കെ പ്രോജക്റ്റുകൾ ഇവിടുത്തെ ഗവൺമെന്റ് റിജക്ട് ചെയ്തു. പക്ഷെ കോർപ്പറേറ്റുകൾ കൊണ്ടുവരുന്ന ഏത് പ്രോജക്റ്റിനും ഇവിടുത്തെ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കും. എന്ത് നാടാ ഇത്? എന്താ അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം ഗുണം കിട്ടുന്ന ഒരു പ്രോജക്റ്റിനകത്താണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഈ പ്രോജക്റ്റ് വന്നാൽ പൊല്യൂഷൻ കുറവുള്ള CNG കാറുകൾ ധാരാളമായിട്ട് നാട്ടിലിറങ്ങും. ഇവിടുത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ മാറാതെ തന്നെ നിസ്സാര കാശിന് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാം. അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ഗ്യാസ് ആണ് ജോൺ മേക്ക് ചെയ്തിരിക്കുന്നത്. അതൊന്ന് വർക്ക്ഔട്ടായി കാണാനാ ജോൺ സിറ്റിംഗ് MP ആയ ഹരിയെ കൂടെ കൂട്ടിയത്. പക്ഷെ കൂടെ നിന്ന് ഇതിന്റെ വയബിലിറ്റി മനസ്സിലാക്കിയ ഹരി ഇപ്പൊ ഇത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനാ നോക്കുന്നത്. എങ്ങനെ? എലക്ഷൻ എടുക്കുമ്പോൾ ഗവൺമെന്റ് ഇന്ധന വില നന്നായിട്ട് കുറയ്ക്കും. അപ്പോ ജനമെല്ലാം മറന്ന് അവരുടെ കൂടെ നിൽക്കും. അതിന്റെ കൂടെ ഇതുപോലൊരു പ്രോജക്റ്റും കൂടി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം അവരുടെ കയ്യിൽ സേഫാണ്. പക്ഷെ ചുക്കാൻ എപ്പോഴും കോർപ്പറേറ്റുകളുടെ കയ്യിൽ തന്നെയായിരിക്കും. പിന്നെ പയ്യെ എല്ലാവരും ഈ ഫ്യൂവൽ യൂസ് ചെയ്തു തുടങ്ങുമ്പോൾ ഇതും ഇവിടുത്തെ പെട്രോളും ഡീസലും പോലെയാവും. എന്നാൽ ഈ പ്ലാന്റ് പൊതുജനത്തിന് പങ്കാളിത്തമുള്ള കോർപ്പറേറ്റ് കളികളൊന്നും നടക്കാത്ത ഇന്ധനവില പോളിംഗിലൂടെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാക്കാനാണ് ജോൺ ശ്രമിച്ചത്. പക്ഷെ കൂടെ നിന്ന് ജോണിന്റെ അടിവേര് വരെ ഹരി മാന്തി. ഹരിയുടെ ഈ ചതി ലോകം അറിയണം. എന്റെ ജോൺ ഒരു ഫ്രോഡ് അല്ലെന്നും എല്ലാവരും അറിയണം. അതിനുള്ള ഡോക്യുമെന്റ്സാ നമ്മളിപ്പോ ഈ കണ്ട ന്യൂസ് ചാനലിലേക്കൊക്കെ അയക്കാൻ പോണത്. എന്നാ ഇറങ്ങിയാലോ? അവര് നമ്മുടെ പിന്നാലെ ഉണ്ട് സിബി. ഇച്ചിരിയും കൂടെ കഴിയട്ടെ.